എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മാളികപ്പുറം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും ആ ഒരു കഥയിലേക്ക് പോയാലോ. കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഉണ്ണിമോളാണെങ്കിൽ എല്ലാ കൊല്ലവും തന്റെ മുത്തശ്ശിയുടെ അടുത്ത് നിന്നാണല്ലോ കൈനീട്ടമൊക്കെ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലവും തനിക്ക് മുത്തശ്ശിയുടെ അടുത്ത് പോയി മുത്തശ്ശിയുടെ കൈനീട്ടം വാങ്ങാനാണ് ഏറ്റവും അധികം ആഗ്രഹം. അപ്പം ഇവിടെ അയ്യപ്പസ്വാമിക്ക് വേണ്ടിയിട്ട് താൻ കണിയൊക്കെ ഒരുക്കിയല്ലോ, ഇനി തനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങണമെന്ന് പറയാണ്. അപ്പൊ ഗിരിദേവൻ പറയുന്നുണ്ട്, അല്ല ഉണ്ണിമോള് വീട്ടിലേക്ക് മടങ്ങുന്ന ആ ഒരു സമയത്ത് മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഉണ്ണിമോൾ ആ ഒരു വൈഡൂര്യനാഗം എന്ന ആ ഒരു നിധി തന്നെയല്ലേ കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോകുമ്പോഴത്തേക്കിനും പല കാര്യങ്ങളും പല ചോദ്യങ്ങളും ഒക്കെ ഉണ്ണിമോള് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഉണ്ണിമോൾ അതിനൊക്കെ എന്ത് മറുപടി പറയും? കൂട്ടുകാരുടെ അടുത്ത് നിന്നും കളിച്ച് നേടിയതാണ് ഈ വൈഡൂര്യനാഗം എന്ന് പറയാം. പക്ഷേ ഈ വൈഡൂര്യനാഗം എങ്ങനെയാണ് ആ ഒരു കുട്ടികളുടെ കയ്യിൽ എത്തിയത് എന്നുള്ള ആ ഒരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യും? അത് ശരിയാണല്ലോ ഗിരിദേവ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് പറയും? എന്തായാലും ഉണ്ണിമോള് കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്ക്. നേരം പുലർന്നതിന് ശേഷം ഉണ്ണിമോളെ ഞാൻ തന്നെ കൊണ്ടുപോയി ആക്കാന്ന് പറയാണ്. അങ്ങനെ ഉണ്ണിമോള് അവിടെ അടുത്ത് കാണുന്ന ആ ഒരു സ്ഥലത്ത് പോയി വിശ്രമിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഗിരിദേവനാണെങ്കിൽ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗിരിദേവനെയാണ് ഉണ്ണിമോൾ ആ ഒരു വൈഡൂര്യനാഗം ഏൽപ്പിച്ചിരിക്കുന്നത്. ഗിരിദേവൻ ആ മനസ്സിൽ കരുതിയ കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ തുടങ്ങുകയാണ്. അദൃശ്യനായി കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു അനുപമയുടെ വീട്ടിലെത്തുകയാണ്. അപ്പം അനുപമയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലൊക്കെയാണ്. പലിശക്കാരനെ കൊണ്ട് ഒരു രക്ഷയുമില്ല. അപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ കേറി ഇറങ്ങി ശല്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇനിയും താൻ ഇവിടെ നിന്ന് കഴിഞ്ഞാല് തന്നെയും തന്റെ കുടുംബത്തെയും അയാൾ അപമാനിക്കുമെന്ന് നല്ല രീതിയിൽ അറിയാവും. അനുപമയാണെങ്കിലോ പെട്ടിയും കിടക്കയും ഒക്കെ എടുത്തതാ ഗൾഫിലേക്ക് പോവാൻ തുടങ്ങുകയാണ്. അപ്പം രാജീവൻ അവിടെ ജോലി ശരിയായെന്നും രാജീവനോടൊപ്പം ഇനി അവിടെ പോയി താമസിക്കാം എന്നുള്ള ആ ഒരു കാര്യമൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പെട്ടിയും സാധനങ്ങളും ഒക്കെ അടുക്കി വെക്കുന്ന കൂടെ നമ്മുടെ മിനിയും പിള്ളേരും ഒക്കെ എത്തുകയാണ്. മിനി വന്നപാടെ പറയുന്നുണ്ട്, നിനക്ക് ആലോചിച്ചൊക്കെ ചെയ്താ പോരെ, നീ ഇവിടെ തന്നെ നിൽക്കുന്നതല്ലേ നല്ലത്. അവന് ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലിയൊക്കെ കിട്ടട്ടെ, അത് കിട്ടിയതിന് ശേഷം പോയാ പോരേന്ന് ചോദിക്കുകയാണ്. അത് സാരമില്ല ചേച്ചി, ഇപ്പൊ ചെറുത് ഒരു ജോലി കിട്ടിയല്ലോ, ഞങ്ങളുടെ കാര്യവും പുള്ളിക്കാരൻ റെഡിയാക്കിയിട്ടുണ്ട്, ഇനിയിപ്പൊ ഈ നാട് വിട്ടു പോവുക, അത് മാത്രമേ ഉള്ളൂ ഒരു മാർഗമെന്നും പറഞ്ഞ് അങ്ങനെ ഇവള് പെട്ടിയും സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് നമ്മുടെ ഗിരിദേവൻ ആ ഒരു വൈഡൂര്യനാഗവുമായി കടന്നു വരുന്നത്. അപ്പൊ വൈഡൂര്യനാഗം കൊണ്ടുപോയി നമ്മുടെ അനുപമ വെച്ചിരിക്കുന്ന ആ ഒരു പെട്ടിയുടെ അകത്ത് വെക്കുകയാണ് ഗിരിദേവൻ. പക്ഷെ ഇതൊന്നും ഇവരാരും അറിയുന്നില്ല കേട്ടോ. ഗിരിദേവൻ വെച്ചിരിക്കുന്നത് നല്ല ഒന്നൊന്നര പണിയാണ്. അനുപമ എന്ന ആ ഒരു പെരുങ്കള്ളിയെ പൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പം ഇവള് ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ മിനിയോടും ജയനോടും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞു. അപ്പോഴും അവർ പറയുന്നുണ്ട്, നിനക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോയാൽ പോരെ. ഇല്ല ചേച്ചി, ഞങ്ങൾ എന്തായാലും പുറപ്പെട്ടു, ഇനിയിപ്പം രാജീവന്റെ അടുത്ത് പോവുക, ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കട്ടെ. ഇവിടെ നിന്നാൽ അയാളുടെ ആ ഒരു ശല്യം മൂത്തിട്ട് എനിക്കിനി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ രാജീവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. അങ്ങനെ ആ ഒരു സഹോദരിയോടും സഹോദരനോടും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞ് അനുപമ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ആ ഒരു പോലീസുകാരെയാണ്. അപ്പൊ വഴിയരികിലെ പോലീസുകാർ ചെക്കിങ്ങും സംഭവം ഒക്കെ ഉണ്ട്. വൈഡൂര്യനാഗം പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർക്ക് മുന്നിൽ ഒരു സൂചന ഭഗവാൻ തന്നെ കൊടുക്കുകയാണ്. ആ വരുന്ന വാഹനത്തില് വരുന്ന ആൾക്കാരുടെ ആ ഒരു പെട്ടി പരിശോധിച്ച് അതിനുള്ളിൽ നിന്നും ആ ഒരു വൈഡൂര്യനാഗം ലഭിക്കുമെന്നുള്ള ആ ഒരു തോന്നല് പോലീസുകാരന്റെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു അനുപമ സഞ്ചരിക്കുന്ന ആ ഒരു വണ്ടി വരികയാണ്. വരുന്ന സമയത്താണെങ്കിലോ പോലീസുകാർ തടഞ്ഞു നിർത്തി ആ ഒരു വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് അവര് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാല് വൈഡൂര്യനാഗമാണ്. അപ്പം വൈഡൂര്യനാഗത്തെയാണ് അനുപമ കടത്താൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യമാണ് ഇവർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പോലീസ് കൈയോടുകൂടി അനുപമയെ പൂട്ടുകയാണ്. വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ മിനിയും ജയനും ഒക്കെ അങ്ങ് പാഞ്ഞെത്തിയിട്ടോ. അപ്പൊ എത്തിയ പാടെ തന്നെ ഇവരാണെങ്കിലും അന്നേ ഞങ്ങൾ നിന്നോട് പറഞ്ഞതാണ്, നീ തന്നെയാണ് പെരുങ്കള്ളി. ആ ഒരു കുഴിയിൽ നിന്നും വൈഡൂര്യനാഗം അടിച്ചു മാറ്റിയതും പോരാ, അതിന് അകത്ത് എന്റെ പടം എടുത്ത് വെച്ചില്ലേ, നിനക്കിത്
തന്നെ ലഭിക്കണം. എന്നിട്ടിപ്പോ ഇതെന്താ, ആരും അറിയാതെ ഈ ഒരു നാട് വിട്ട് ആ ഒരു വൈഡൂര്യനാഗവുമായി കടന്നു കളയാമെന്ന് വിചാരിച്ച് നിന്നെ ഭഗവാൻ തന്നെയാണ് ഈ പൂട്ടിയതെന്ന് പറയാണ് മിനി. അപ്പൊ മിനി ഇത്ര നേരം നല്ല ലോഹ്യത്തിൽ നിന്ന മിനിയാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞതും തകിടം മറിയാണ്. അപ്പം നമ്മുടെ അനുപമയാണെങ്കിൽ എൻ്റെ ചേച്ചി ഇത് എനിക്ക് മനസ്സാവാച അറിയാത്ത കാര്യമാണ്, നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുന്ന പറയാണ്. വിശ്വസിക്കാനൊന്നും ആരും തയ്യാറല്ല. അപ്പൊ പോലീസുകാരാണെങ്കിലോ ഈ ഒരു പുള്ളിക്കാരിനെയും കൊണ്ട് നമ്മുടെ വിനോദിന്റെ വീട്ടുമുറ്റത്തെത്തിയ അനുപമയാണെങ്കിൽ ദാ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ആ ഒരു പോലീസുകാരൻ പറയാണ്, ദേ ഇവള് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു വൈഡൂര്യനാഗം മോഷ്ടിച്ചത്. ഇവൾ അതുമായി കടന്നു കളയാനുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷേ അവളുടെ ആ ഒരു നിർഭാഗ്യം വെച്ചാല് അവള് ഞങ്ങളുടെ കൈവശത്താകുക ചെയ്തത്. ദാ ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ളത് നിങ്ങൾ തന്നെ ചോദിച്ചോന്ന് പറയാണ്. അപ്പൊ ആണല്ലോ നമ്മുടെ അനസൂയ ആണെങ്കിൽ ഇതാ കല്ലി തുള്ളി നിൽക്കുക കേട്ടോ. വിവരങ്ങളെല്ലാം അറിഞ്ഞു. ഞാനാണെങ്കിൽ ചേച്ചി നീ ഇതുപോലെ ഒരു പോക്രിത്തരം കാണിച്ച സമയത്ത് ഞാൻ നിന്റെ അടുത്ത് വന്നായിരുന്നു. വന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ആ ഒരു വൈഡൂര്യനാഗം ഇത്രയും വർഷങ്ങളായി പാരമ്പര്യമായിട്ട് എൻ്റെ ആ ഒരു കുടുംബക്കാര് കൈമാറി കൊണ്ടുവന്നിരുന്ന ആ ഒരു നിധി തന്നെയാണ്. ആ ഒരു നിധി അടിച്ചു മാറ്റാനായിട്ട് ഏതവളാണ് ശ്രമിച്ചതെങ്കിലും അവൾ നശിച്ചു പോകുമെന്ന് ഞാൻ അന്നൊന്ന് ശപിച്ചായിരുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഒന്നുമില്ലെങ്കിലും വർഷങ്ങളായിട്ട് ആ ഒരു പരദേവതകൾക്ക് വിളക്കും പൂജയും ഒക്കെ നൽകുന്ന ഒരുത്തിയാണ് ഞാൻ. അങ്ങനെയുള്ള എൻ്റെ ആ ഒരു പ്രാക്ക് അത് ഫലം കാണാതെ ഒന്നും പോകില്ല എന്ന് പറയാണ്. അപ്പം വിനോദാണെങ്കിലോ, ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അതാണ് അപ്പൊ അമ്മ സത്യങ്ങളെല്ലാം പറയാനായിട്ട് മടിച്ചത്. ഇപ്പൊ എന്തായാലും നഷ്ടപ്പെട്ടു പോയ ആ ഒരു വൈഡൂര്യനാഗം അത് ചേച്ചി തന്നെയാണ് അടിച്ചു മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല. ചേച്ചി എന്തെങ്കിലും പറഞ്ഞ് അമ്മയെ ഭീഷണിപ്പെടുത്തി കാണും. അതുകൊണ്ടാണല്ലേ എൻ്റെ അമ്മയെ അങ്ങനെ ഇട്ട് കൊല്ലാക്കൊല ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതാ വിനോദം ചോദിക്കുകയാണ്. അങ്ങനെ ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മുടെ അനുപമയ്ക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴത്തേക്കിനും അനുപമയ്ക്ക് മറുപടി ഇല്ല. അനുപമയാണെങ്കിൽ തെറ്റുകാരിയാണല്ലോ. വീട്ടിൽ നിന്നും വൈഡൂര്യനാഗം മോഷ്ടിച്ചെടുത്തത് കൊണ്ട് തന്നെ പുള്ളിക്കാരി ഈ ചെയ്തതും പ്രവർത്തിച്ചതും ഒക്കെ ഇപ്പൊ പുള്ളിക്കാരിക്ക് തന്നെ വിനയായി വന്നിരിക്കുകയാണ്. അവിടെ ഭഗവാൻ ആ അയ്യപ്പസ്വാമിയുടെ തന്നെ കാരുണ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വൈഡൂര്യനാഗം തിരികെ ലഭിക്കാനായിട്ടുള്ള ഒരു കാരണം തന്നെ ആയത്. മുത്തശ്ശിയാണെങ്കിൽ താൻ അറിഞ്ഞ ആ ഒരു സത്യം തന്റെ മകനോട് തുറന്നു പറയാൻ പറ്റാതെ വളരെയധികം വിഷമിച്ചു നിന്ന സമയത്തും ഭഗവാന്റെ അടുത്ത് തന്നെയാണ് ശരണം പ്രാപിച്ചത്. അങ്ങനെ സത്യങ്ങൾ തിരിച്ചറിയുന്ന നമ്മുടെ അനസൂയ ആണെങ്കിലോ ആ പുന്നാര കവിള് നോക്കി അനുപമയുടെ ആ ഒരു കരണം നോക്കി നല്ലൊരു അടിയങ്ങ് വെച്ച് കൊടുക്കുകയാണ്. മൂത്തതാണ്, തലയ്ക്ക് മൂത്തതാണ്, ചേച്ചിയാണ്. എന്നാൽ കൂടിയും ഇവൾ ഈ ചെയ്ത തെറ്റിന് അവൾക്ക് അതിൽ കുറഞ്ഞൊരു ശിക്ഷയൊന്നും നമ്മുടെ അനസൂയക്ക് കൊടുക്കാനില്ലല്ലോ. അങ്ങനെതാ കരണമൊക്കെ ചുമന്ന് അനുപമയാണെങ്കിൽ കരച്ചിലിന്റെ വക്കിലായി അടി കിട്ടി നാറി നാണം കെട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പതാ ഇതെല്ലാം സംഭവിക്കുകയാണ് കേട്ടോ. അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ്. ഉണ്ണിമോളെ കല്ലിയാക്കാനായിട്ട് ശ്രമിച്ച അനസൂയക്ക് നല്ല മുട്ടം പണി തന്നെയാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നാളത്തേത് നല്ല സൂപ്പർ ഹിറ്റ് ആ ഒരു പ്രമോ തന്നെയാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു സായാഹ്നവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്